റിഫ്രാക്ഷൻ ഫിനോമിനയിൽ ഒരു കോൺസെപ്റ്റാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. പല കുട്ടികൾക്കും മനസ്സിലാവാൻ കുറച്ച് പ്രയാസമുള്ള കോൺസെപ്റ്റാണ് ക്രിട്ടിക്കൽ ആംഗിൾ. എന്നാൽ വളരെ സിമ്പിളുമായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ക്രിട്ടിക്കൽ ആംഗിൾ. ഓക്കെ, റിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലൈറ്റ് റേ ഒരു മീഡിയത്തിൽ നിന്നും, ഇത് നമ്മുടെ ഫസ്റ്റ് മീഡിയമാണ്, ഇത് സെക്കൻഡ് മീഡിയമാണ്, ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലോട്ട് അതിൻ്റെ ബൗണ്ടറിയിൽ വന്ന് വീണ് കഴിയുമ്പോൾ ഈ വീഴുന്ന പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു നോർമൽ വരയ്ക്കും. നോർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പെർപെൻഡിക്കുലാർ ടു ദി സർഫസ്. അപ്പൊ എന്ത് ചെയ്യും? ഈ ലൈറ്റ് റേ എന്ത് ചെയ്യും? ഇങ്ങനെ പോകേണ്ട, നേരെ പോകേണ്ട ലൈറ്റ് റേക്ക് എന്ത് സംഭവിക്കും? ഒരു ബെൻഡിങ് സംഭവിക്കും. ഒന്നെങ്കിൽ ഇങ്ങനെ പോകാം, അല്ലെങ്കിൽ ഇതെന്ത് ചെയ്യാം? ഇതിനോട് അടുത്തോട്ട് വരാം. അപ്പൊ രണ്ട് ഓപ്ഷൻസ് ആണ് ഇതിനുള്ളത്. ഒന്നെങ്കിൽ നോർമലിൽ നിന്ന് അകന്നു പോകാനും പറ്റും, അല്ലെങ്കിൽ നോർമലിലോട്ട് അടുക്കാനും സാധിക്കും. അപ്പൊ രണ്ട് ഓപ്ഷൻസ് ആണ്. ആ രണ്ടും നടക്കുന്നത് എന്തിന്റെ ബേസിസിലാണ്? മീഡിയത്തിന്റെ ഡെൻസിറ്റി വെച്ചിട്ടാണ്. ഇപ്പൊ നമുക്ക് നോക്കിയേ, ഇത് ഡെൻസർ മീഡിയമാണ്. ഡെൻസർ മീഡിയത്തിൽ നിന്നും ഇത് റെയറർ മീഡിയത്തിലോട്ടാണ് ലൈറ്റ് റേ പാസ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് ഈ റേ എന്ത് ചെയ്യും? ഇങ്ങനെ പോകേണ്ട റേ എന്തായിരിക്കും? എവേ ഫ്രം ദി നോർമൽ ആയിരിക്കും. നോർമലിൽ നിന്ന് അകന്നായിരിക്കും പോകുന്നത്. ഇതാണ് ഡെൻസറിൽ നിന്നും റെയറിലോട്ട് പോകുമ്പോൾ. എന്നാൽ നേരെ തിരിച്ചാണെങ്കിൽ ഇവിടെ എന്താണ്? ഈ ഭാഗത്ത് ഇവിടെ എന്താണ്? റെയറർ മീഡിയവും ഇവിടെ ഡെൻസർ മീഡിയോ ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ റേ ഇങ്ങോട്ടല്ല വരുന്നത്, ഇതിലേക്കാണ്, ടുവേർഡ്സ് ദ നോർമൽ ആണ് സംഭവിക്കുന്നത്. ഈ കോൺസെപ്റ്റിന്റെ ബേസിസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു കോൺസെപ്റ്റ് ആണ് ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു മീഡിയത്തിൽ, ദാറ്റ് മീൻസ് എന്താണ്? ഫസ്റ്റ് മീഡിയം. ഞാനിപ്പോൾ ഇവിടെ എക്സാമ്പിൾ ഗ്ലാസ് എടുക്കുവാണ്. ഗ്ലാസ്സിൽ നിന്നും ഞാൻ എയറിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ലൈറ്റ് റേ പാസ് ചെയ്യിപ്പിക്കുവാണ്. ഗ്ലാസ്സിൽ നിന്നും എന്ത് ചെയ്യുന്നു? സർഫസിലേക്ക് എന്ത് ചെയ്യുന്നു? ലൈറ്റ് റേ വന്ന് വീഴുന്നു. ദിസ് ഇൻസിഡന്റ് റേ. നോർമലും ഇൻസിഡന്റ് റേയും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് എന്തെന്ന് പറയുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇനി ഇങ്ങനെ പോകേണ്ട ലൈറ്റ് റേക്ക് എന്ത് സംഭവിക്കും? ഇത് നേരെയാണ് പോകേണ്ടത്, പക്ഷെ ഈ ലൈറ്റ് റേ എന്താണ് ചെയ്യുന്നത്? ഇതിൽ നിന്നും അകന്ന് ഇങ്ങനെ പോകും. അതായത് എവേ ഫ്രം ദി നോർമൽ. കാരണം എന്താണ്? എയർ ഗ്ലാസിനെ അപേക്ഷിച്ച് റെയറർ മീഡിയമാണ്. അപ്പൊ എന്ത് ചെയ്യും? എവേ ഫ്രം ദ നോർമൽ ആയിരിക്കും. എന്നാൽ ഞാൻ ഇവിടെ പിന്നെയും എന്ത് ചെയ്യുന്നു? നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിക്കൊടുക്കുവാണ്. കൂട്ടിക്കൊടുത്ത് ഓക്കെ, ഇവിടെ ഞാൻ പിന്നെയും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടി. ഇതാണ് നമ്മുടെ, പിന്നെ ഇത്ര ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടിയല്ലോ. പിന്നെയും എന്ത് ചെയ്യും? ഈ റേ ഇങ്ങോട്ട് വരും. അതായത് റിഫ്രാക്റ്റഡ് റേ പിന്നെയും എന്ത് ചെയ്യും? എവേ ഫ്രം ദ നോർമൽ ആവും. പിന്നെയും ഞാൻ എന്ത് ചെയ്യും? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഞാൻ കൂട്ടിക്കൊടുത്തു. എഗെയിൻ ഈ റിഫ്രാക്റ്റഡ് റേ എന്ത് ചെയ്യും? എവേ ഫ്രം ദ നോർമൽ. അങ്ങനെ ഏതോ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ആംഗിൾ, ഇവിടെ ആംഗിൾ ഓഫ് എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വന്ന് വീണു. ഓക്കെ, ഇൻസിഡന്റ് റേ, നമ്മുടെ റിഫ്രാക്റ്റഡ് റേ എന്ത് ചെയ്യും? ഈ ബൗണ്ടറി കൂടെ പാസ് ചെയ്യും. അതായത് എവേ ഫ്രം ദ നോർമൽ. അതായത് ഈ നോർമലിൽ നിന്ന് അകന്ന് എന്ത് ചെയ്യും? അവസാനം ഈ 90 ഡിഗ്രിയിലോട്ട് റീച്ച് ചെയ്യും. ദാറ്റ് മീൻസ് എന്താണ്? മീഡിയത്തിന്റെ ബൗണ്ടറി കൂടെ എന്ത് ചെയ്യും? ലൈറ്റ് റേ റിഫ്രാക്ട് ചെയ്ത് പാസ് ചെയ്യും. അങ്ങനെ പാസ് ചെയ്യുന്ന ആംഗിൾ ആണ്, അതായത് ഇത് 90 ഡിഗ്രി ആവാൻ കാരണക്കാരനായ ഈ ഇൻസിഡന്റ് ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കുന്നത്. അതായത് എന്താണ്? റിഫ്രാക്ഷന് ശേഷം ബൗണ്ടറിയിൽ കൂടി ലൈറ്റ് റേ പാസ് ചെയ്യാൻ കാരണക്കാരനായ റേ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കുന്നത്. ഇനി ഞാൻ ഈ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിൽ കൂടുതൽ 1 ഡിഗ്രിയെങ്കിലും ഞാൻ മാറ്റിക്കൊടുത്താൽ, ഈ ഇപ്പൊ നോക്കിയ ഇതിനെക്കാട്ടിൽ കൂടിയൊരു ആംഗിളിൽ ഞാൻ ഇങ്ങോട്ട് ഇൻസിഡന്റ് റേ പതിപ്പിച്ചു കഴിഞ്ഞാൽ ഈ റേക്ക് എന്ത് സംഭവിക്കും? അതേ മീഡിയത്തിലോട്ട് എന്ത് ചെയ്യും? ഈ റേ റിഫ്ലക്ട് ബാക്ക് ചെയ്യും. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് ക്രിട്ടിക്കൽ ആംഗിളും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും തമ്മിലുള്ള ബന്ധം. അപ്പൊ നമുക്ക് ആദ്യമേ എന്തറിയണം? റിഫ്രാക്ഷൻ അറിയണം. റിഫ്രാക്ഷന് ഡെൻസറും റെയററും മീഡിയത്തിന്റെ ഡെൻസിറ്റിയുടെ കോൺസെപ്റ്റ് അറിയണം. അത് കഴിഞ്ഞ് ക്രിട്ടിക്കൽ ആംഗിൾ എന്താണെന്ന് അറിയണം. ക്രിട്ടിക്കൽ ആംഗിൾ എന്താണെന്ന് മനസ്സിലായാലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്താണെന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പൊ ക്രിട്ടിക്കൽ ആംഗിൾ നമുക്കിപ്പം 8ാം ക്ലാസ്സിനുണ്ട്, 9ാം ക്ലാസ്സിനുണ്ട്, 10ാം ക്ലാസ്സിന് പഠിക്കാനുണ്ട്, പല സിലബസിലും +1 +2 ഉണ്ട്.
അപ്പം എല്ലാ കുട്ടികൾക്കും മസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ബൈ.